നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ്. ബൈബിളിനെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലാണ് ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവം നമ്മൾ കാണുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിത്യതയിലെ ഉള്ളതായ ഒരു കോൺസെപ്റ്റാണ്. നിത്യതയിലെ ഉള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്നുള്ളതായ ആ പദത്തിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായ മൂലഭാഷകളെ നമ്മൾ പരിശോധിച്ചാൽ അത് ദൈവത്തിൻ്റെ ഭരണത്തിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദ റൂൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം നിത്യത മുതൽ നിത്യത വരെയും സർവ്വലോകത്തെയും ഭരിക്കുന്നവനും സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്നവനുമാണ്. സർവ്വലോകവും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതർവൈസ് ഹിസ് റൂൾ ഈസ് യൂണിവേഴ്സൽ. സാർവലൗകികമായി ദൈവം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് കാലത്ത് നിത്യത മുതൽ നിത്യത വരെയും നമ്മുടെ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഈ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നും ആണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഇസ്രായേൽ മക്കളിൽ കൂടെ സ്ഥാപിക്കാൻ നോക്കിയെങ്കിലും അതൊരു പരാജയമായിരുന്നു. പരാജയമായിരുന്നെങ്കിലും ആ രാജ്യം യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം സ്ഥാപിക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്തം ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ കൊടുത്തിരുന്നു. അങ്ങനെയാണ് യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും പുതിയ നിയമത്തിൽ തൻ്റെ മരണത്താൽ, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ, തൻ്റെ രക്തത്താൽ താൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ താൻ ഒരു ആത്മീക ദൈവരാജ്യം സ്ഥാപിച്ചു. ആത്മീക ദൈവരാജ്യം. അത് കഴിഞ്ഞ് ഇനി സഹസ്രാബ്ദ വാഴ്ച വരുമ്പോൾ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. അത് ആത്മീകവും ഭൗമികവുമായ ഒരു രാജ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ളതായ ദൈവരാജ്യം താൻ സ്ഥാപിക്കുന്നത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമാകുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം എല്ലാ കാലത്തും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സഭയാണോ ദൈവത്തിൻ്റെ രാജ്യം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സഭയല്ല. കാരണം ദൈവത്തിൻ്റെ സഭ വരുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് സഭ? സഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി ഇലക്ട് ചെയ്തിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വി ആർ ദ മിഷണറീസ് ഓഫ് ദ കിങ്ഡം. ദൈവത്തിന്റെ രാജ്യം ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പത്രോസിനോട് യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യത്തിന്റെ അല്ല, അഥവാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. അത് തുറക്കുവാനും അടയ്ക്കുവാനും അതിൽ ആൾക്കാരെ പ്രവേശിപ്പിക്കുവാനുള്ളതായ അധികാരം, അവകാശം, അതിനുള്ളതായ കഴിവുകൾ ദൈവം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവരാജ്യം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് സഭയെ നോക്കിയാൽ അറിയണം. സഭയിൽ നടക്കുന്നതായ രൂപാന്തരം, അതാണ് യഥാർത്ഥ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവരാജ്യവും സഭയും തമ്മിൽ ബന്ധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബന്ധമുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലാണ്, നമ്മൾ ദൈവമക്കളാണ്, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ കടന്നുവന്ന് തന്റെ രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ സെർമണിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ദൈവരാജ്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ക്യാരക്ടറിസ്റ്റിക്സ് അനുഭവിച്ച്, സമാധാനം അനുഭവിച്ച്, സ്വസ്ഥത അനുഭവിച്ച്, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച്, കൃപയെ അനുഭവിച്ച്, പിശാചിന്റെ പേരിലുള്ളതായ ജയം ഉള്ളവരായി, ഈ ലോകത്ത് രൂപാന്തരമുള്ളവരായി ജീവിക്കാനുള്ളതായ എല്ലാ സാധ്യതകളും ദൈവം തന്റെ രാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ചിലർ പറയുന്നത് പഴയ നിയമകാലത്ത് ഒരു ദൈവവും പുതിയ നിയമകാലത്ത് വേറൊരു ദൈവമാണ്. അങ്ങനെയല്ല. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും എക്കാലവും ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. അവന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളോ വ്യത്യാസങ്ങളോ ഉള്ളവനല്ല. ദൈവം ഒന്നേ ഉള്ളൂ, രക്ഷകൻ ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യമുള്ളതായ ഒരു മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ, റെവലേഷൻ ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടി നമുക്ക് റെവലേഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് പരമമായ ഫൈനലായ റെവലേഷൻ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നു. കവനന്റ് നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും രണ്ട് നിയമങ്ങളെയോ ദൈവജനത്തിൽ കാണുന്നു. പക്ഷേ സത്യത്തിൽ കവനന്റ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ ഉടമ്പടി ഒരു ഉടമ്പടി മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഉടമ്പടി രണ്ട് സ്റ്റേജുകളായിട്ടാണ് ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നാം അതിനെ പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയുന്നത്. സാൽവേഷൻ ഒന്നേ ഉള്ളൂ, ദൈവരാജ്യം ഒന്നേ ഉള്ളൂ. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള കണ്ടീഷൻ അത് വിശ്വാസമാണ്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. അപ്പോൾ ഇത് പലർക്കാലും ഞാൻ അല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് how to be fruitful in the kingdom. How to be fruitful in the kingdom. അതിനായിട്ട് യോഹന്നാൻ എഴുതിയതായ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ ഒരാൾ വായിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ
വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി നടത്തിയതായ തന്റെ ഫെയർവെൽ സ്പീച്ച്, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കുവാൻ കഴിയും. 1 മുതൽ 12 വരെയുള്ളതായ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പബ്ലിക് മിനിസ്ട്രി, 13 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ തന്റെ പ്രൈവറ്റ് മിനിസ്ട്രിയുമാണ്. അതിൽ 12-ാമത്തെ അധ്യായം മുതൽ 17-ാമത്തെ അധ്യായം വരെ നമ്മൾ കാണുന്നത് തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് നടത്തുന്നതായ സംഭാഷണങ്ങളാണ്. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ, ശിഷ്യന്മാരെ തനിച്ചാക്കിയിട്ട് കടന്നു പോകുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും, യേശുക്രിസ്തു കടന്നു പോയതിനു ശേഷം അനേകമാകുന്ന കഷ്ടങ്ങളിൽ കൂടെ ഇവർക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് യേശു മനസ്സിലാക്കിയത് കൊണ്ടും, യേശു ഇല്ലാതിരിക്കുന്നതായ ആ സമയത്ത് ഇവർ എങ്ങനെ ജീവിക്കണം എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഇവരുമായിട്ട് ഒരു രഹസ്യ സംഭാഷണത്തിലേക്ക് കടന്നു വരുന്നതും. ആ സംഭാഷണത്തിലാണ് യേശു പറയുന്നത്, അഥവാ ഞാൻ നിങ്ങളെ വിട്ട് ഇപ്പോൾ കടന്നു പോകുന്നു എങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഞാൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അനാഥരല്ല. ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ കടന്നുപോയി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിത്തരും. ആ പരിശുദ്ധാത്മാവിൽ കൂടെ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരിലും വസിക്കും. ആയതുകൊണ്ട് എന്റെ സാന്നിധ്യം, ഞാൻ കടന്നു പോയാലും എന്റെ സാന്നിധ്യം നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. സത്യത്തിൽ പഴയ നിയമം നമ്മൾ വായിച്ചു നോക്കിയാൽ യേശുക്രിസ്തു അല്ല മുന്തിരിവള്ളി. സാക്ഷാൽ മുന്തിരിവള്ളി ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേൽ മക്കൾ മുന്തിരിവള്ളിയാകുന്നു എന്ന് സ്ഥാപിക്കുന്ന അനേക വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രധാനമായും യെശയ്യാവ് 5:1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മിസ്രയീമിൽ നിന്ന് ദൈവം ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ദൈവം അതിനെ നട്ടു, ദൈവം അതിനെ നനച്ചു, അതിനാവശ്യമാകുന്ന വളങ്ങളെല്ലാം ഇട്ടു, അതിന് വേലിയെല്ലാം കിട്ടി, 24 മണിക്കൂറും അതിനെ സൂക്ഷിപ്പാൻ ആൾക്കാരെ ആക്കി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഫലം കായ്ക്കാനുള്ള സമയം, ഫലം എടുക്കുവാനുള്ള സമയമായപ്പോൾ ഈ മുന്തിരിവള്ളി ഫലം പുറപ്പെടുവിച്ചു. പക്ഷേ രുചി നോക്കിയാറെ അത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അനേക വർഷങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എങ്കിലും, തന്റെ പ്രവാചകന്മാരെ അവരുടെ ഇടയിൽ അയച്ചു എങ്കിലും, തന്റെ ന്യായാധിപന്മാരെ ദൈവം ഉയർപ്പിച്ചു എങ്കിലും, രാജാക്കന്മാരിൽ കൂടെ ദൈവം അവരെ സംരക്ഷിച്ചു എങ്കിലും അവർ എന്ത് ചെയ്തില്ല? നല്ല മുന്തിരിങ്ങ കായ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരെ ദൈവം തിരഞ്ഞെടുത്തത് അവരിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുള്ളതുകൊണ്ടല്ല. ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ്. ദൈവം സകല മനുഷ്യരെയും സകല രാഷ്ട്രങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് വായിക്കാമോ? ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക്
ക്രൂശിനെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമിനെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും. മതി. ഇസ്രായേലിനെ ദൈവം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകമായി തിരഞ്ഞെടുത്തത് അവരിൽ കൂടെ ദൈവത്തിന് ഒരു ദൗത്യം ഉണ്ടായതുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ചത് ദൈവം അവർക്ക് കൊടുത്തതായ കൽപ്പനകൾ അനുസരിച്ച് ആ കൽപ്പനകൾ പ്രകാരം ജീവിച്ച് അവരുടെ ചുറ്റുമുള്ള ജാതികളുടെ സംസ്കാരങ്ങൾക്ക് അടിമപ്പെടാതെ അവരുടേതായ ഒരു സംസ്കാരം രൂപീകരിച്ച് അവരുടെ ജീവിത രീതി കൊണ്ട്, അവരുടെ സന്മാർഗ ജീവിതം കൊണ്ട്, അവരുടെ മൊറാലിറ്റി കൊണ്ട് അവർ മറ്റു ജാതികളെ ദൈവത്തിലേക്ക് ആകർഷിക്കണം എന്നാണ് ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അവരുടെ സംസ്കാരം അമ്പേ പരാജയമായിരുന്നു. കാരണം അവർ ദൈവകൽപ്പന അനുസരിച്ചില്ല. ദൈവകൽപ്പന അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ സറൗണ്ടിങ്സിലുള്ളതായ ജാതികളുടെ സംസ്കാരം, ജാതികളുടെ ആരാധന, ജാതികളുടെ ദുർമാർഗ ജീവിതം, അതിലേക്ക് അവർ അലംബിച്ചു പോയി. ആയതുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുവാനായിട്ട് ഇടയായത്. ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നവരല്ല. ദൈവം സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം അതാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പിശാച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും യേശുക്രിസ്തു വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇതെല്ലാം ദൈവത്തിന് മുന്നമേ അറിയാം. എന്നാൽ ദൈവം ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ദൈവ സൃഷ്ടിപ്പിലേക്ക് ഇറങ്ങി വരുന്നത്. എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശ് സകല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി നിത്യതയിലെ ദൈവം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് ഇറങ്ങി വരികയാണ്. ആയതുകൊണ്ട് ദൈവത്തിന് പരാജയം സംഭവിക്കുന്നില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വസ്തരാകുമ്പോൾ ദൈവം ഒരു മൈനോറിറ്റിയെ, വിശ്വസ്തരായ ഒരു മൈനോറിറ്റി ഏത് കാലത്തും ദൈവത്തിനുണ്ടായിരിക്കും. ഈ മൈനോറിറ്റിയിൽ കൂടെയാണ് ദൈവം തന്നെ പ്രവർത്തി ചെയ്യുന്നത്. അതിന് ശേഷിപ്പ് അല്ലെങ്കിൽ റെമനന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശേഷിപ്പ് ഏത് കാലത്തും ദൈവത്തിനുണ്ടായിരിക്കും. അത് നോഹയായാലും അബ്രഹാം ആയാലും ഏലിയാവായാലും ഏത് കാലത്തും ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ജാതികളെ കൊണ്ട് തുടങ്ങിയതല്ല. യഹൂദന്മാരായ 120 പേരെ കൊണ്ടാണ് ആദിമ സഭ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായ വാഗ്ദത്ത നിവൃത്തിയാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്നവർ ജാതികളായ നമുക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ച ഒന്നല്ല ദൈവത്തിന്റെ സഭ. അപ്പോൾ ദൈവം തന്റെ മൈനോറിറ്റിയിൽ കൂടെ തന്റെ പദ്ധതി ഏത് കാലത്തും നിർവഹിച്ചെടുക്കുന്നു. അത് ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മജോറിറ്റി അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് വഴികളില്ലാതെ വന്നപ്പോൾ, ദൈവത്തിലെ രണ്ടാമനാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇസ്രായേൽ അവിശ്വസ്തരായിരുന്ന സ്ഥാനത്ത്, അനുസരണം കെട്ടവരായിരുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തു ഒരു സാക്ഷാൽ ഇസ്രായേലിനായി, ഒരു സാക്ഷാൽ മുന്തിരിവള്ളിയായി, ഒരു സാക്ഷാൽ ദാസനായി സങ്കീർത്തനക്കാരൻ പ്രവചിച്ചിരിക്കുന്നത് പോലെ ദൈവമേ നീ ഹന്യയാഗങ്ങളിൽ ഇഷ്ടപ്പെടുന്നില്ല. എബ്രായലേഖനം 10-ാം അധ്യായം, നീ മൃഗങ്ങളുടെ യാഗങ്ങളിൽ പ്രസാദിക്കുന്നില്ല. എന്നാൽ പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ
യേശു ക്രിസ്തു വന്ന് ദൈവത്തിന്റെ മിഷൻ തന്റെ മരണത്തിൽ കൂടെ പൂർത്തിയാക്കി. സ്തോത്രം. ദൈവം ഒരിക്കലും പരാജയപ്പെടത്തില്ല. യോഹന്നാൻ സ്നാനം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തു യോഹന്നാനെ സമീപിക്കുക, എന്ത് എനിക്കും സ്നാനപ്പെടണം. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ മുമ്പിൽ യേശു സ്നാനപ്പെടേണ്ടിയിരിക്കുന്നത്? യേശു ഭാവിയല്ല. യോഹന്നാന്റെ സ്നാനം മനസ്സാന്തര സ്നാനമാ. സത്യത്തിൽ യേശു ആ സ്നാനത്തിൽ കൂടെ ഒരു ഭാവിയെ കുറിച്ചുള്ളതായ ദൈവയിഷ്ടം മാനസാന്തരപ്പെടുകയാണെങ്കിൽ, യേശുവിനെ കുറിച്ചുള്ളതായ ദൈവയിഷ്ടം എന്ന് പറയുന്നത് കുരിശിൽ മരിക്കുക എന്നുള്ളതാണ്. തന്റെ മരണത്തിനായിട്ടാണ് യേശു യോഹന്നാന്റെ മുമ്പിൽ സ്നാനമേറ്റത്. ദൈവത്തിന് സ്തോത്രം. 30 വർഷക്കാലം അവൻ ജീവിച്ചെങ്കിലും അവന്റെ സമയമായപ്പോൾ, മരിക്കുവാനുള്ള സമയമായപ്പോൾ, പിതാവേ ഞാൻ മരിപ്പാനായി സന്നദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. സ്തോത്രം, സ്തോത്രം. സ്വർഗം തുറന്നതിനാണ് നമ്മൾ കാണുന്നത്. തന്റെ പുത്രൻ മരിപ്പാനായി തന്നെ സമർപ്പിച്ചപ്പോൾ ഇതാ സ്വർഗം തുറന്നു. ദൈവം തന്നെ സംസാരിക്കുന്നു, ഇവരെന്ന പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ ചെവി കൊടുപ്പീൻ. മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഇവരിലേക്ക് ഇറങ്ങി വരികയാണ്. കാരണം ഇവൻ ഏൽക്കാനുള്ള സ്നാനം, ഇവന്റെ സാക്ഷാൽ സ്നാനം എന്ന് പറയുന്നത് കാലവരി മരണമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ അവന് നിവൃത്തീകരിക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യേശു ക്രിസ്തു തന്റെ ദൈവിക മഹിമകളെയെല്ലാം ഉരിഞ്ഞു വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. തന്റെ ജഡാവതാരത്തിൽ ദൈവമല്ലാതിരുന്ന ഒരു സമയമില്ലായിരുന്നു. ഓൾവേസ് ഹി വാസ് ബോത്ത് ഗോഡ് ആൻഡ് മാൻ. എന്നാൽ ദൈവത്തിന്റെ ആ കഴിവുകളൊന്നും യേശു എന്ത് ചെയ്തില്ല? തന്റെ ജഡാവതാരത്തിൽ പ്രയോഗിച്ചില്ല. പകരം നമ്മെ പോലെ അവൻ ജനിച്ചു, നമ്മെ പോലെ അവൻ വളർന്നു, നമ്മളെ പോലെ അവൻ അനുസരണം തികഞ്ഞവനായി, അനുസരണം പഠിച്ചവനായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ പോലെ അവനും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമായി. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിന്റെ സഹായവും നിറവും ഒക്കെ ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട് ഈ ദുഷ്ടലോകത്ത് ജീവിക്കുവാനായിട്ട്. യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു. യേശു ക്രിസ്തു ചെയ്തതായ പ്രവൃത്തിയൊന്നും അവൻ ദൈവമായിട്ട് ചെയ്ത പ്രവൃത്തിയല്ല. അവൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് അവനോട് സംസാരിച്ചു, പിതാവ് പറഞ്ഞതായ കാര്യങ്ങൾ മാത്രമാണ് യേശു ക്രിസ്തു ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനയാൽ അവൻ പിതാവിന്റെ ആ സന്നിധിയിൽ നിന്നും അവന്റെ ആവശ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കുന്നവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യന് ദൈവമക്കളാകും നമുക്ക് ഏവർക്കും വേണ്ടി എല്ലാ മാതൃകകളും യേശു ക്രിസ്തു തന്നിട്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് യേശു ക്രിസ്തുവിൽ ദൈവം പ്രസാദിക്കുവാനുള്ള കാരണം? യേശു ക്രിസ്തുവിൽ ദൈവം പ്രസാദിക്കുവാനുള്ള കാരണം അവൻ ദൈവ ഇഷ്ടം ചെയ്യുന്നവനായിരുന്നു. ദൈവ ഇഷ്ടം എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രൈമറി ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറയുന്നത് പോലെ ദൈവം ആരെയും വെറുതെ തെരഞ്ഞെടുക്കുന്നില്ല. ദൈവം ആരെയെങ്കിലും തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേക വിഷൻ അവരെ കുറിച്ചുണ്ടായിരിക്കും.
ഒരു ദൗത്യം അവരെ കുറിച്ചുണ്ടായിരിക്കുന്നു. ഒരു ദൗത്യമില്ലാതെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ദൈവം ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും സുലഭമാണ്. രക്ഷയിൽ ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയാണ്. എന്നാൽ ദൈവം ദൗത്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു, യാക്കോബിനെ സ്നേഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. ദൈവത്തിന് മോശമില്ല. ദൈവത്തിന് ഒരാളോട് ദേഷ്യവും ഒരാളോട് സ്നേഹവും പ്രത്യേക സ്നേഹവുമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ദൈവമക്കളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ സ്വർഗം ഇങ്ങനെ തരിശായിട്ട് കിടന്ന് അവിടെ കുറെ ആൾക്കാരെ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് കുറെ പേരെ ഇവിടെ നിന്ന് രക്ഷിക്കപ്പെടുത്തി കൊണ്ടുപോവുകയല്ല ദൈവത്തിന്റെ പരിപാടി. നമ്മൾ അങ്ങനെ തിരിച്ചയക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നാട്ടില് പ്രസംഗിക്കുന്നവർ പറയുമായിരുന്നു, എന്ത് രക്ഷിക്കപ്പെടുമ്പോൾ പാസ്പോർട്ടായി, അഭിഷേകം കൂടെ പ്രാപിച്ചാൽ എന്തായി, വീസായുമായി, ഇനി അങ്ങ് പോയാൽ മതി, ഫ്ലൈറ്റ് ചെട്ട് വന്നാൽ മതി, ഇനി അങ്ങ് പോകാം. സ്തോത്രം. ഇങ്ങനെയാണ് നമ്മളെ രക്ഷയെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനല്ല. ദൈവം ഒരുവനെ രക്ഷിക്കുന്നെങ്കിൽ ഹി സേവ്ഡ് ഫോർ ദി അതർ. വേറൊരുവന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് യേശു ക്രിസ്തുവിന്റെ ഏതെങ്കിലും സെൽഫിഷ് അംബീഷൻ നിറവേറ്റാൻ വേണ്ടിയല്ല. അവൻ ദൈവരാജ്യ സ്ഥാപനത്തിനാണ് അവൻ വന്നിരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യത്തിന്റെ വക്താക്കളായ ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് നാം മറ്റുള്ളവരെ നമ്മിൽ കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ പ്രൈമറി ദൗത്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ദൈവമേ നിന്റെ രാജ്യം വരണമേ, ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൈവമക്കൾ എന്നുള്ള നിലയിൽ വളരെ അത്യാവശ്യമാണ്. 2 പത്രോസ് 1:10 നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങളുടെ വിളിയെയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിയണം, ഉറപ്പാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതത്തിൽ ലക്ഷ്യമില്ലെങ്കിൽ, നമുക്ക് ആ ലക്ഷ്യം അറിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ ലക്ഷ്യം, ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതായ മിനിസ്ട്രി, നമ്മൾ പാരമ്പര്യമായിട്ട് ധരിച്ചിരിക്കുന്നത് ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് പാസ്റ്റർമാർക്ക് മാത്രമുള്ളതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എഫെസ്യർ 4-ാം അധ്യായം വായിക്കുമ്പോൾ 5 വിധ ഓഫീസുകൾ നമുക്ക് കാണാം. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, ടീച്ചേഴ്സ്, ഇങ്ങനെ 5 വിധത്തിലുള്ളതായ ഓഫീസുകളാണ്. എന്തിനാ അവരെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ഇവരെ ഗിഫ്റ്റുകളായിട്ടാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഗിഫ്റ്റുകളായിട്ട്. ആ 4-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവരെ കൊടുത്തിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? വിശ്വാസികളെ ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ഒരുക്കാനാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാൻ വയ്യ. ദൈവം ഓരോ വിശ്വാസിയെയും ഓരോ മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. ആ വിളി അവന് നിറവേറുവാൻ വേണ്ടി അവനെ ഒരുക്കണം. അതിനായിട്ട് അവനെ എക്വിപ്പ് ചെയ്യണം. അതിനായിട്ട് അവനെ വളർത്തിക്കൊണ്ടുവരണം. അവൻ സ്വന്തം കാലിൽ നിന്ന് ദൈവം അവനെ വിളിച്ചതായ വിളി അവന്റെ മേൽ നിറവേറണം. അയ്യോക്കളെ ഞങ്ങൾ ഈ എക്ലീഷ്യോളജി പഠിപ്പിക്കാറുണ്ട്. സഭാശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ
സഭയുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഇൻസൈഡ് ദ ചർച്ചും ഉണ്ട്, മിനിസ്ട്രി ഔട്ട്സൈഡ് ദ ചർച്ചും ഉണ്ട്. അപ്പോൾ ഈ മിനിസ്ട്രീസ് ഇൻസൈഡ് ദ ചർച്ച്, ഈ നമ്മൾ സഭയിൽ വന്ന് ഈ ചെയ്യുന്നതായ ഈ എല്ലാ എക്സർസൈസുകളും എന്തിനു വേണ്ടിയായിരിക്കണം എന്നറിയാമോ? വിശ്വാസിയെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം, മിനിസ്ട്രിക്ക് വേണ്ടി. ഇന്ന കാഴ്ചപ്പാടൊന്നും ഇല്ല പെന്തക്കോസ്തുകാർക്ക്. അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം പറഞ്ഞാൽ ശരിയായില്ല. വിശ്വാസികളെ മിനിസ്ട്രിയിൽ വളർത്തിക്കൊണ്ടുവരിക, അതായിരിക്കണം നമ്മൾ ഈ സഭയ്ക്കകത്ത് നടക്കുന്നതായ എല്ലാ എക്സർസൈസ് കൊണ്ടും സാധിക്കേണ്ടത്. കാരണം നമ്മുടെ മിനിസ്ട്രി ഔട്ട്സൈഡ് ദ ചർച്ചിലാണ്. സ്തോത്രം. നാം രൂപാന്തരം പ്രാപിച്ചവരായി, ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി നാം തീർന്നില്ല എങ്കിൽ ദൈവം വിളിച്ച ഇസ്രായേലിനേക്കാൾ നമ്മൾ വ്യത്യാസമൊന്നുമുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവമക്കൾ എപ്പോഴും ഫലങ്ങൾ ഉള്ളവരായിരിക്കണമെന്ന്. ആ ഫലങ്ങൾ ഉള്ളവരായിരിക്കണമെങ്കിൽ പ്രഥമമായി ദൈവം നമ്മെ എന്തിനെ വിളിച്ചുവോ, ഇവിടെ കുറെ കാശുണ്ടാക്കാനോ വലിയ സാമ്രാജ്യം പണിയാനോ വലിയ കാറുകൾ ഉണ്ടാക്കാനോ ഇതൊന്നും അല്ല. ഇതിനൊന്നും ഞാനെതിരല്ല. നമ്മുടെ പ്രൈമറി ഗോൾ എന്താണ് നമ്മൾ മറന്നുപോയത്? സ്തോത്രം. നമ്മുടെ വണ്ടന്മാരാ എന്നാകുമ്പോൾ നമ്മുടെ പ്രൈമറി ഗോൾ ദൈവം നമ്മെ എന്തിനു വേണ്ടി രക്ഷപ്പെടുത്തി, ആ ഗോൾ നമ്മൾ അറിയാതെ പോകരുത്. ആ ഗോൾ അറിയാതെ നമ്മൾ ഈ ലോകത്ത് നമ്മുടെ ഒരു ജീവിതകാല യാത്രയിൽ നാം എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളാ വിളി കേൾക്കത്തില്ല. ഏതാ? വിശ്വസ്തനും വിശ്വസ്തനായ ദാസനെ കടന്നു വാ, നിനക്ക് വേണ്ടി ഞാനിവിടെ പലതും ചെലവിച്ചു വെച്ചിട്ടുണ്ട്, നീ രാജ്യത്തോട്ട് കേറ്. ആ നല്ല വിളി കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്റെ പ്രസംഗം സാധാരണ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത പ്രസംഗമാണ്. ഞാൻ പ്രസംഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുമാണ്. വളരെ കുറവേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാല്, ദൈവം ഇസ്രായേലിന് കൊടുത്തതായ ആ ഉത്തരവാദിത്വം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ദ മിഷൻ ഗിവൻ ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ അവിശ്വസ്തരായി തീർന്നപ്പോൾ ഇതേ വാഗ്ദത്തം, ഇതേ ഉത്തരവാദിത്വം, ഇതേ പദവി ആണ് ഇസ്രായേൽ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. 1 പത്രോസ് 2:9-10 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത എല്ലാ പദവികളും ദൈവം ഇപ്പോൾ സഭയ്ക്ക് കൊടുത്തിരിക്കുക. പദവികൾ കൊടുത്തിട്ട് പറയുക, അവർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത്. സഭയെന്ന് പറയുന്നത് ദൈവത്തിന്റെ അവസാനത്തെ ഇൻസ്ട്രുമെന്റാ ലോകത്തെ രക്ഷിക്കാൻ. സഭയിൽ കൂടെ നടക്കത്തില്ല എന്നുള്ളൊരു കാര്യമില്ല. ദൈവസഭയിൽ കൂടെ ലോകത്തെ നേടിയിരിക്കും. പക്ഷേ സഭയിൽ അവിശ്വസ്തരായവരെ ദൈവം തള്ളിക്കളയും. സ്തോത്രം, സ്തോത്രം. ഈ ഇസ്രായേലിന് ദൈവം കൊടുത്തതായ യെശയ്യാവിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതായ ആ വൈൻ്റെ ഇമേജറി പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ ആ ഉപമ ഒന്നുകൂടെ യേശുക്രിസ്തു വിപുലമാക്കി പറയുന്നുണ്ട്. അതായത് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അനുഭവം വാങ്ങാനായിട്ട് ദൈവം ദാസന്മാരെ അയച്ചു. 1-ാമത്തെ അധ്യായം അവരെല്ലാവരും കൊന്നാണ്. അവസാനം യേശുക്രിസ്തു വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവനാ അവകാശി, ഇവനാണ്, അതുകൊണ്ട് ഇവനെ തട്ടിയാൽ ഇതെല്ലാം നമുക്ക് അവകാശമാക്കാം എന്ന് പറഞ്ഞ് അവനെ ക്രോശിച്ചു. അവരെ ക്രോശിച്ചു. അപ്പോൾ യജമാനൻ ചെയ്തെന്താ? ആ തോട്ടക്കാരൻ വന്ന് ഇവരെ നശിപ്പിച്ചു. ആ നാശം അവർ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ഏതാണ്ട് വീരന്മാരാണെന്ന് എല്ലാവരും പറയുന്നത് വെറുതെയാണ്. അവർ വീരന്മാരായത്
ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ്. ഇനി അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത് വരെയും അവരെ അന്യജാതിക്കാർ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമില്ലാതെ ആര് മുമ്പോട്ട് പോയാൽ എത്ര വീരനാന്ന് പറഞ്ഞാലും ഒന്നുമല്ല. ദൈവമുള്ളവരായി ജീവിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുദ്രത്തോട്ടം ഈ കുടിയാന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ ഉടയവൻ എന്ത് ചെയ്തു? സഭയെ ഏൽപ്പിച്ചു. ഫലം കൊടുക്കുന്നവരെ ഏൽപ്പിച്ചു. അതാണ് സഭ. അതാണ് സഭ. ഫലം കൊടുക്കുന്നവരാ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശമേ ഉള്ളൂ, നാം നമ്മെ ഏൽപ്പിച്ചതായ ദൗത്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫലമുള്ളവരായിരിക്കാൻ സാധ്യത. നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞ് നമ്മൾ ജീവിക്കുകയും അതിനായിട്ട് നമ്മളെ ഒരുക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് ദൈവരാജ്യത്തിൽ ഫലമുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വസിക്കണം. യേശു ക്രിസ്തുവിൽ വസിക്കണം. യോഹന്നാൻ 15:4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കാത്തവനെ, 5-ാമത്തെ വാക്യത്തിൽ എന്നിൽ വസിക്കാത്തവനെ എന്ത് ചെയ്യും? ഞാൻ വെട്ടി ദൂരെ കളഞ്ഞ് അവന് എന്ത് സംഭവിക്കും? അത് തീയിലിട്ട് തീയിലിടുന്നു, അത് വെന്തുപോകും. മതി മതി. അപ്പോൾ യേശു ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ ഫലമുള്ളവരായി ഇരുപ്പാൻ സാധിക്കുള്ളൂ. എന്താണ് ഈ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്റെ ഒരു മോഡല് യേശു ക്രിസ്തു തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. അതായത് സ്ത്രീത്വമാണ് ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത്. സ്ത്രീത്വത്തിൽ ആരെല്ലാം ഉണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒന്നാമത്തെ ഫാമിലിയാണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. സ്ത്രീത്വത്തിൽ ഈ മൂവരും, ഈ ഉള്ളതായ 3 പേരും ഒരുപോലെ പവർ ഉള്ളവരാണ്. തുല്യമായ പവർ ഉള്ളവരാണ്. തുല്യമായി നിത്യതയുള്ളവരാണ്. ഒരാൾ മറ്റേ ആളേക്കാൾ ഉന്നതനോ താഴ്ന്നവനോ അല്ല. സ്ത്രീത്വത്തിൽ പിതാവ് എല്ലാവരേക്കാളും ഉയർന്നവനും ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പിതാവിനേക്കാൾ ചെറിയവനുമല്ല. ഒരു തുല്യരാണ്. They are co-equal and co-eternal. സംഗതി ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുക. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അവർ തുല്യരാകുന്നു എങ്കിലും സ്ത്രീത്വത്തിലെ രണ്ടാമൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുക. അത് വോളണ്ടറി കീഴ്പ്പെട്ടിരിക്കുക, പൂർണ്ണ സമ്മതത്തോടെ കീഴ്പ്പെട്ടിരിക്കുക. അത് തിയോളജിയിൽ ഫങ്ഷണൽ സബോർഡിനേഷൻ എന്നാ പറയുന്നത്. അതായത് കാര്യങ്ങളുടെ സ്മൂത്തായ നടത്തിപ്പിന് വേണ്ടി, ദൗത്യങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടി പുത്രൻ പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുക. ആയതുപോലെ പരിശുദ്ധാത്മാവും പുത്രനും പിതാവിനും കീഴ്പ്പെട്ടിരിക്കുക. സ്തോത്രം. തുല്യരാണെങ്കിൽ അപ്പോൾ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് പിതാവ് പറയുന്നതെല്ലാം പുത്രൻ അനുസരിക്കുക. സ്തോത്രം. പിതാവ് പറയുന്നതെല്ലാം പുത്രൻ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുന്നത് കൊണ്ടാണ് പിതാവിൽ പുത്രൻ വസിക്കുന്നതും പുത്രനിൽ പിതാവ് വസിക്കുന്നത്. അതായത് അവര് തമ്മിലുള്ളതായ ബന്ധമെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അവരുടെ ബന്ധം. അപ്പോൾ 14:11 വായിക്കാം. ഞാൻ പിതാവിലും പിതാവിനുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ എന്നെ വിശ്വസിപ്പീൻ. 20 ഞാൻ എന്റെ പിതാവിലും
നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. 23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ഞാൻ പിതാവിലാണ് വസിക്കുന്നത്, പിതാവ് എന്നിലാണ് വസിക്കുന്നത്, ഞാൻ നിങ്ങളിൽ വസിക്കാം, നിങ്ങൾക്ക് എന്നിലും വസിക്കാം. അപ്പോൾ ത്രിത്വത്തിൽ അവരുടെ യൂണിറ്റി, അവരുടെ ഐക്യത, ആ ഐക്യതയാണ് ദൈവസഭയിലോട്ട് എസെൻഡ് ചെയ്യുന്നത്. സഭയിലോട്ട് എസെൻഡ് ചെയ്യുന്നത് അതേ പാറ്റേൺ. എങ്ങനെയാണ് യേശുക്രിസ്തു ത്രിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതാണ് നമ്മൾ 23-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. 10-ാമത്തെ വാക്യം, ഇഫ് യു കീപ് മൈ കമാൻഡ്മെന്റ്സ് you will abide in my love, just as I have kept my Father's commandments and abide in his love. പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ, നമ്മൾ മനസ്സിലാക്കണം, പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവവചനത്തോടുള്ള ബഹുമാനം, ദൈവവചനത്തോടുള്ള അനുസരണം എന്നിലും നിങ്ങളിലും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൽ വസിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഗിരിപ്രഭാഷണത്തിൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളൊരു കൂട്ടരെ കാണും. ദൈവരാജ്യത്തിന്റെ കഥകൾ അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൂട്ടര് അവകാശം പറഞ്ഞുകൊണ്ട് വരിക. എന്തുവാ? ഞങ്ങള് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്തവരാ, കർത്താവ് നീ അറിഞ്ഞില്ല, നിനക്ക് എന്തോ അബദ്ധം പറ്റി, എന്താ നീ ഇത്ര പെട്ടെന്ന് കഥയൊക്കെ അടച്ചത്? ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഇതൊക്കെ നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ചെയ്തത്. തുടക്കാൻ പറഞ്ഞു. യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഐ നെവർ knew you. എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, യാതൊരു ഐക്യവുമില്ല, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. Vertical relationship is primary for the horizontal relationship. നാമം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബന്ധം. അതിൽ നിന്നായിരിക്കും ബാക്കി ബന്ധങ്ങളെല്ലാം ഉണ്ടാകേണ്ടത്. സ്തോത്രം. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കാതെ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. സ്തോത്രം. യേശു ക്രിസ്തു വസിക്കുക. യേശു ക്രിസ്തു ആരാണ്? ദൈവരാജ്യത്തിന്റെ രാജാവാണ് അവൻ. അവന്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ വസിക്കുകയല്ല. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിന് സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് ഫലമുള്ളവരായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വേഗം നിർത്താൻ സമയം പോയി. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു, ask whatever you wish and it will be done for you. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം നൽകി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാ ഇപ്പൊ കിട്ടുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഒരു കാര്യം പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ്
ആ റിക്വസ്റ്റിനെ കാണുന്നത് തന്റെ പുത്രൻ നമുക്ക് വേണ്ടി പിതാവിനോട് സമർപ്പിക്കുന്ന റിക്വസ്റ്റായിട്ടാണ്. അതാണ് അവന്റെ ആ നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ദൈവം, പിതാവായ ദൈവം ആ റിക്വസ്റ്റിനെ കണക്കാക്കണമെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ളതായ, ദൈവവചനപ്രകാരമുള്ള അപേക്ഷയായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവഹിതപ്രകാരം ഒരുവരെ പ്രാർത്ഥിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ യേശു ക്രിസ്തു വസിക്കുന്നവനായിരിക്കണം. അവൻ യേശു ക്രിസ്തു വസിക്കുന്നവനായിരിക്കണമെങ്കിൽ അവൻ ദൈവവചനത്തിന്റെ അതിർ വരമ്പുകളിൽ നിൽക്കുകയും ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നവനായിരിക്കണം. ദൈവവചനത്തിന്റെ ആ സീമകളിൽ, ആ വരമ്പുകളിൽ, ആ ബോർഡുകളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാനും നിങ്ങളും എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവന് ചെയ്യാതിരിക്കുവാൻ സാധ്യമല്ല. കാരണം യേശു ക്രിസ്തു ചോദിക്കുന്നത് നാമല്ല. അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയല്ല, അത് പുത്രന്റെ പ്രാർത്ഥനയായിട്ടാണ് യേശു ദൈവം കാണുന്നത്. ദൈവത്തെ മറുപടി തരാതിരിക്കാൻ സാധ്യമല്ല. എന്റെ സമയം പോയി, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്തുവാ? ഇന്ന് നമ്മൾ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. ഈ പ്രോസ്പെരിറ്റിയും ഹൈപ്പർക്രൈസും ഒക്കെ ചെയ്യുന്ന എന്തിനാ? എന്താണ്? മനുഷ്യന്റെ സെൽഫിഷ് ഇൻട്രസ്റ്റിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരിക. ദൈവരാജ്യത്തിന്റെ ഫിലോസഫി അതല്ല. ദൈവരാജ്യത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കുകയല്ല. നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കുന്ന ദൈവം അന്യമതങ്ങളിലാണ് ഉള്ളത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നാം നമ്മുടെ ഇഷ്ടം സ്ഥാപിച്ചെടുക്കുവാൻ ഒരു ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ അത് യഹോവയായ ദൈവമായിരിക്കുകയില്ല ഇറങ്ങി വരുന്നത്, അത് മറ്റ് ശക്തികളായിരിക്കും. ഈ അത്ഭുതങ്ങള് ഉള്ളിടത്തെല്ലാം ഓടി നടക്കുന്ന പരിപാടി, സ്തോത്രം, അതൊന്നും വേദപുസ്തക പ്രകാരമുള്ളതല്ല. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് സത്യാനന്തര കാലത്തില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പോസ്റ്റ് മോഡേൺ ഫിലോസഫിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫിലോസഫി. അതിൽ സത്യമില്ല, സത്യമില്ല. സത്യം ആരാ തീരുമാനിക്കുന്നത്? ഞാനും നിങ്ങളോ തീരുമാനിക്കുന്നത്. സ്തോത്രം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, യേശുക്രിസ്തു വസിക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സ്നേഹമായിരിക്കണം. സ്നേഹം. കാരണം ദൈവം സ്നേഹം തന്നെ. ബൈബിളിനെ നമ്മൾ സമ്മറൈസ്, ഒരു വാക്കിൽ സമ്മറൈസ് ചെയ്താൽ അത് ദൈവസ്നേഹമാണ്. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിനെ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ആകുന്നില്ലെങ്കിൽ 5 മിനിറ്റ് കൂടെ എനിക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് യേശുക്രിസ്തു വസിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു മുന്തിരിവള്ളി മാത്രമല്ല, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് അവൻ തോട്ടക്കാരനുമാകുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാച്ച് ചെയ്യുന്ന ഒരു മുകളിലുണ്ട്. ഈ തോട്ടക്കാരന്റെ ജോലി എന്താണെന്ന് അറിയാമോ? അവൻ ഈ തോട്ടമെല്ലാം പരിശോധിച്ച് ഫലം കൊടുക്കാത്ത കൊമ്പുകളെല്ലാം അവൻ വെട്ടി ദൂരത്തിൽ കളയുന്നു. കേടുപിടിച്ചവനെ ദൂരത്തിൽ കളയുന്നു. അവിശ്വസ്തനായവനെ ഓടിച്ചു കളയുന്നു. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവനെ, കപടഭക്തിക്കാരെ, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തവരെ അവൻ സഭയിൽ നിന്ന് നീക്കിക്കളയുന്നു. നമുക്കിവിടെ രജിസ്റ്ററിലൊക്കെ പേര് കാണും. പക്ഷേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ലിസ്റ്റിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. അടുത്തത് പ്രൂണിംഗ്. ഫലമുള്ളതിനെ ദൈവം എന്ത് ചെയ്യുന്നു? ചെത്തി വെടിപ്പാക്കുന്നു. പ്രോസ്പെരിറ്റിക്കാർ പറയുന്നത് പിന്നെ സഫറിംഗ് ഒന്നും ഇല്ലെന്നാ. ദൈവം പറയുന്നത് എന്തുവാ? അവൻ ചെത്തി. ലൗകിക സഭയുടെ കർത്താവ് പറയുന്നത് എന്തോ? ഞാൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എപ്പോഴാണ് പറയുന്നത് എന്താ? ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗരവന്മാരത്രേ. കർഷകയിൽ കൂടാണ്, കുരിശിന്റെ വഴിയിൽ കൂടെ കത്തോലിക്കരെ നമ്മൾ വഴക്ക് പറയാറുണ്ട്. കുരിശ്. പക്ഷേ സാക്ഷാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് കുരിശ.
പൗലോസിന്റെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച്, അവൻ കുരിശിന്റെ മാർഗത്തിൽ ജീവിച്ച് ദൈവനെ ദൈവോത്സവത്തിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ശാസിക്കുമ്പോൾ, ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ വെറുതെറിക്കുന്നവരായിട്ടല്ല, നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ മനസ്സോടെ കീഴ്പ്പെട്ടിരുന്നാൽ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ, ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി പുതിയ ഒരു ഉപകരണമായി ദൈവവേലയ്ക്ക് പ്രയോജനമുള്ളവരായി ദൈവം പുറത്തു കൊണ്ടുവരുന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ അവസ്ഥകളിൽ നമ്മൾ നിരാശരായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. He is in control not only of this entire universe but also of each individual in the church. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്, നമുക്ക് ദുഃഖം വരുന്നത്, നമുക്ക് നാശം വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അകന്നു പോകുന്നുവെങ്കിൽ അവൻ അറിയാതെയല്ല. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ശോധനകൾ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഉറപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കും.